ഞാനിന്ന് മുഖം ഭയങ്കര ഒരു ഡള്ളായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ചന്ദനം ഉണ്ടല്ലോ, ചന്ദനം റോസ് വാട്ടറൊക്കെ നമ്മൾ എവിടെ നിന്ന് വാങ്ങാനാണ്, നമ്മുടെ നാട്ടിൻപുറത്തൊന്നും റോസ് വാട്ടർ ഒന്നും വാങ്ങിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചന്ദനത്തിൻ്റെ പൗഡർ എടുത്തിട്ട് അതിൽ നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് കുറച്ചൊരു ലൈറ്റ് മസാജ്, അപ്വേർഡ് മസാജ് ചെയ്യാം കേട്ടോ. അപ്വേർഡ് മസാജ് ചെയ്തിട്ട് ഇതപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് ഇങ്ങനെ ഡ്രൈ ആവാൻ വെക്കണം. ഡ്രൈ ആവാൻ വെച്ചിട്ട് പിന്നെ നമ്മൾ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊരു ടൈറ്റായിട്ട് കിട്ടും. പിന്നെ സ്മൂത്തായിട്ട് ഷൈനിങ് ആയിരിക്കും. ഓക്കെ, ചന്ദനത്തിന് പൊതുവെ നല്ല ഗുണങ്ങളുണ്ടല്ലോ. ചന്ദനം അതിൻ്റെ ഒരു പൗഡറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. ലീവ് സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ അത് കുറച്ച് ഡ്രൈ ആയി വരുമ്പോഴത്തേനും നമ്മൾ ഞാൻ ഫാനിൻ്റെ കാറ്റിലാണ് കേട്ടോ ഇരിക്കാറുള്ളത്. ഫാനിൻ്റെ കാറ്റിൽ ഡ്രൈ ആയിട്ട് പിന്നെ ഞാൻ കഴുകിക്കളയും. അപ്പം മുഖം കഴുകി കഴിയുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും അതൊരു പ്രത്യേക ഷൈനിങ് ഉണ്ടെന്നുള്ളത്. ഓക്കെ, നമുക്കിനി 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ നിൽക്കുക. കുറച്ച് ഡ്രൈ ആവട്ടെ. എന്നിട്ട് നമുക്കത് കഴുകി കഴിയുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ഉപയോഗിച്ച് നോക്കിയോളൂ. കുറച്ചൊരു വ്യത്യാസമുണ്ട്. ഒരു 20 മിനിറ്റ് നമ്മളിങ്ങനെ സോഫ്റ്റ് മസാജ് ചെയ്യണം കേട്ടോ. സോഫ്റ്റ് മസാജ്, അപ്വേർഡ് മസാജ് ചെയ്യണം. എന്നിട്ട് അത് നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ. ഡ്രൈ ആയിട്ട് ഒരു 20 മിനിറ്റ്, മാക്സിമം അരമണിക്കൂർ വയ്ക്കുക, അല്ലെങ്കിൽ 20 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഡ്രൈ ആയ ശേഷം കഴുകിക്കളയുക. അപ്പോൾ നമ്മുടെ ഫേസിനൊരു പ്രത്യേക ഒരു ഷൈനിങ് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഓക്കെ, എല്ലാവരും ഇതേമാതിരി പരീക്ഷിച്ച് നോക്കണേ. ഓക്കെ, ബൈ.